സൗദിയിലെ ദമാമിൽ അനുമതിയില്ലാതെ പൊതുപരിപാടി സംഘടിപ്പിച്ചതിന് 5 മലയാളികളെ നാടുകടത്തി. 2 മാസം മുൻപ് പിടിയിലായ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തലിന് വിധേയമാക്കിയത്. മതപരമായ ആഘോഷത്തിന് ചടങ്ങ് സംഘടിപ്പിച്ചവരാണ് നടപടിക്ക് വിധേയമായത്. 2 മാസം മുമ്പ് മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ചതിന് 5 പേരെയാണ് സുരക്ഷാ വിഭാഗം ദമാമിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പരിപാടിക്ക് നേതൃത്വം നൽകിയ 4 പേരെയും വേദി അനുവദിച്ച ഒരാളെയുമാണ് സുരക്ഷാ അധികൃതർ അറസ്റ്റ് ചെയ്തത്. ഈ മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ച 5 പേരുടെ കേസ് ദമാമിലുള്ള കേസിൽ എംബസി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും നിയാബ ജയിലിലും ഒക്കെ പോയിട്ടുണ്ട്. കുറേ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിരോധിക്കപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് കഴിഞ്ഞില്ല. പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കാൻ പ്രവാസികളായ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാമൂഹ്യ രംഗത്തുള്ളവർ ഉണർത്തുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമിന്, അതായത് മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിക്കും സൗദി അറേബ്യയിൽ ഒരു അംഗീകാരവും അതോറിറ്റി നൽകിയിട്ടുമില്ല. അതൊക്കെ മൗനസമ്മതമായി പല സംഗതികളും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഇവിടെ അനുവാദമുണ്ട്. അതിന് തന്നെ കൃത്യമായ അതാത് അതോറിറ്റികളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാം നടത്തുവാനും ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കാനും പാടുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമ്മൾക്ക് ഈ അറസ്റ്റും അതുപോലെ തന്നെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മന്ത്രാലയ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നാടുകടത്തൽ സംഭവമെന്ന് സാമൂഹ്യ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. മീഡിയ 1 ദമ്മാം.